അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരാൾ വന്ന് ചോദിച്ചു, തവക്കുലിനെ കുറിച്ച് പറഞ്ഞപ്പോൾ, ഒട്ടകത്തെ കെട്ടിയിട്ട് തവക്കുൽ ചെയ്യണോ, ഒട്ടകത്തെ അഴിച്ചുവിട്ട് തവക്കുൽ ചെയ്യണോ? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വക്കിൽഹ വതവക്കൽ, കെട്ടിയിട്ട് തവക്കുൽ ചെയ്യണം. കാര്യങ്ങൾ എങ്ങനെയായാലും പ്രാർത്ഥിച്ചിട്ട് മിണ്ടാതിരുന്നിട്ട് കാര്യമില്ല. മറിച്ച് പ്രാർത്ഥിച്ചതെന്താണോ അതിലേക്കുള്ള പ്രയത്നത്തെ നമ്മളെ ജീവിതത്തിലേക്ക് എടുത്തു വെക്കണം. പ്രയത്നത്തിൻ്റെ അഭാവവും ചെയ്യേണ്ട സമയത്ത് കാര്യങ്ങൾ ചെയ്യാത്തതുമൊക്കെ പിന്നീട് വലിയ ഖേദത്തിന് കാരണമാകും. അവിടെ അങ്ങനെ ചെയ്യാത്ത ആളുകൾക്ക് പിന്നെ ഇനി എന്തുണ്ടാവുന്നൊരു ആശങ്ക സ്വാഭാവികമാണ്. നമ്മളൊരു കാര്യത്തേക്ക് ഇറങ്ങിയാൽ നമ്മുടെ അലംഭാവം കൊണ്ട് ആ കാര്യം പൊളിഞ്ഞു പോയ ആ കാര്യത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ബേജാറ്, വെപ്രാളം. പക്ഷേ ചെയ്യേണ്ടതൊന്നും ചെയ്യണമില്ല. അപ്പോൾ ആദ്യം ഒട്ടകത്തെ കെട്ടിയിടുക, എന്നിട്ട് തവക്കുൽ ചെയ്യുക. അഥവാ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക. അതിൻ്റെ കൂടെ ആദ്യത്തിലും അവസാനത്തിലും ഒക്കെ പ്രാർത്ഥന എന്ത് ചെയ്യണം? നിലനിർത്തണം. ശരിയായ തിരഞ്ഞെടുപ്പുകൾ നടത്താനും ശരിയായ കാര്യങ്ങൾ ചെയ്യാനും നാം എന്ത് ചെയ്യണം? ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കണം. ഞാൻ അതിന് ഉത്തരവാദിയാവും. അത് നശിച്ചാൽ, അതിനെന്തെങ്കിലും സംഭവിച്ചാൽ, അല്ലെങ്കിൽ ആ കാര്യത്തിൽ എന്തെങ്കിലും അരുതാത്തത് വന്നാലൊക്കെ എനിക്കായിരിക്കും ഉത്തരവാദിത്തം എന്നുള്ളൊരു വിചാരമാണ്. അപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക? സുരക്ഷിതത്വത്തിന് വേണ്ടി നേരത്തെ ചില കാര്യങ്ങൾ ചെയ്തു പോവുക. നമ്മളും നമ്മളെ കുടുംബമൊക്കെ അഭിമുഖീകരിക്കുന്ന ബുദ്ധിമുട്ടുകളെ പരിഹരിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ആ പ്രവർത്തനത്തിൽ കാരണങ്ങളൊരു ഘടകമാണ്, അതിനേക്കാൾ പ്രാർത്ഥനയും ഒരു ഘടകമാണ്. രണ്ടിലേതെങ്കിലും ഒന്ന് ഇല്ലാതെ മുന്നോട്ട് പോയിട്ട് കാര്യമില്ല. ആശങ്കയിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിന് പരിഹാരത്തിലേക്ക് എത്തിച്ചേരുന്ന ചുറ്റുപാടുകൾ നമുക്ക് ചുറ്റുമുണ്ടോ എന്ന് സ്വയം അന്വേഷിക്കണം. വൈദാ അറാദല്ലാഹു ബിഖൗമിൻ സൂഅൻ ഫലാ മർറ ലഹു വമാ ലഹും മിൻ ദൂനിഹി മിൻ വാൽ. തീർച്ചയായും ഒരു ജനതയ്ക്ക് വല്ല ദോഷവും വരുത്താൻ അള്ളാഹു ഉദ്ദേശിച്ചാൽ അത് തട്ടിമാറ്റാൻ ആരുമില്ല. അവൻ്റെ പുറമെ അവർക്ക് യാതൊരു രക്ഷാധികാരിയുമില്ല. ഓരോ ആശങ്കയും ഓരോ ആക്ഷൻ പ്ലാനാക്കി മാറ്റണം. അഥവാ ഒരാശങ്ക എടുക്കുക, അതിൽ ഫേവറായി ചെയ്യേണ്ട കാര്യങ്ങൾ ആലോചിക്കുക, ആ കാര്യങ്ങൾ ചെയ്യുക, പ്രവർത്തിക്കുക. ആ കാര്യങ്ങൾ പ്രവർത്തിക്കുമ്പോൾ തന്നെ പ്രാർത്ഥന നിലനിർത്തുകയും ചെയ്യുക. വിജയത്തിനുള്ള കാരണങ്ങൾ ഉണ്ടാവാം. ആ കാരണങ്ങളെ നമ്മൾ കണ്ടെത്തിങ്ങാട്ട് അതിലൂടെ മുന്നോട്ട് പോകുകയും വേണം. എന്നാൽ വിജയത്തിന് ഏറ്റവും കൂടുതൽ അനിവാര്യമായി വേണ്ടത് അള്ളാഹുവിൻ്റെ തൗഫീഖാണ്. അതിന് പ്രാർത്ഥിക്കുകയും വേണം. പ്രാർത്ഥനയോടുകൂടിയുള്ള പ്രതിബദ്ധത, പ്രാർത്ഥനയോടുകൂടിയുള്ള ഉത്തരവാദിത്വം, ഇത് രണ്ടുമുണ്ടെങ്കിൽ വളരെ ഊർജ്ജസ്വലമായി മുന്നോട്ട് കുതിക്കുന്നതിൽ യാതൊരു ആശങ്കയും നമുക്ക് ആവശ്യമില്ല. അതുകൊണ്ട് ടൈ യുവർ ക്യാമൽ, ഡു യുവർ പാർട്ട്. ഒട്ടകത്തെ കെട്ടിയിടുക, നിൻ്റെ ഭാഗം നീ നടത്തിക്കൊണ്ടു പോവുക. ഈ നിലക്ക് ആശങ്കയെ കുറക്കാൻ പറ്റും. നമ്മൾ ചെയ്യേണ്ടത് ചെയ്യാതെ ആശങ്കിച്ചിട്ട് കാര്യമില്ല. ചെയ്യേണ്ടത് ചെയ്യുകയും ഭയപ്പെടുകയും ചെയ്യുന്നതിൻ്റെ പരിണിതിയെക്കുറിച്ച് ഭയമുണ്ടോ, അതിൽ ജാഗ്രത എന്ന് പറയാം. ജാഗ്രതയ്ക്ക് സ്റ്റെപ്പുണ്ട്, ആശങ്കയ്ക്ക് ഒരിക്കലും സ്റ്റെപ്പില്ല. സ്റ്റെപ്പുണ്ടായാലേ പരിഹാരമുണ്ടാകൂ. സ്റ്റെപ്പില്ലാത്തൊരു സംഗതിക്ക് പരിഹാരത്തെ പ്രദാനം ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്ത് അതിനുശേഷം അതിൻ്റെ കൂടെ അള്ളാഹുവിനെ സ്മരിച്ച്, അള്ളാഹുവിനെ വാഴ്ത്തി, അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച് ജീവിക്കുകയാണെങ്കിൽ വലിയ തോതിൽ ആശങ്ക കുറയാനുള്ള സാധ്യതയുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ.